നമ്മുടെ ഷോയിന് 2 ആഴ്ച ഉള്ളു. എന്താണ് എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? പിന്നെ അത് കഴിഞ്ഞ ഡ്രാമയാണെന്ന് പറയുന്നു അക്ബർ. എന്താ ഉറക്കം വരുന്നു. അക്ബറും പറയുന്നു ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. അക്ബർ ഇത് വീണ്ടും ഒരു ഡ്രാമയാണ്. അതെ, ഞാൻ ആക്ച്വലി ഡ്രാമ എന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം ഈ ബോട്ടിൽ എറിഞ്ഞ സമയത്ത് ഫിസിക്കൽ അസോൾട്ട് പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നത് ആള് വീഴുന്നതും രണ്ടും ഒരേ സമയത്തായപ്പോ നമുക്കത് ഡ്രാമയായിട്ട് തോന്നി. കണ്ടാലും തോന്നും ചിലപ്പോൾ മെന്റൽ പ്രഷറും സ്ട്രെസ്സും കാരണം ആൾക്ക് ആ ഒരു അവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ നമ്മളെ കൂടെ ഒരു കോ കണ്ടസ്റ്റന്റ് ആണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. അവരെങ്ങനെയും രക്ഷപ്പെടുത്തുക, കൺഫഷൻ റൂമിലേക്ക് എത്തിക്കുക. അത് ഹൃദയത്തിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും നമ്മളതല്ലാതെ ചെയ്തിട്ടില്ല ധാരട്ടാ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അനീഷ്, അവർ നിങ്ങൾ മാത്രം പറയുന്നത് 8 മിനിറ്റാണ് അവരെടുക്കുന്നത് അവിടുന്ന് അവിടെ വരെ. കാര്യം വഴക്കൊഴിഞ്ഞിട്ട് വേണ്ടേ അല്ലേ അങ്ങോട്ട് കൊണ്ടുപോയി. ഒരുത്തൻ അപകടം പറ്റി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? അപ്പൊ തന്നെ ഞാൻ നെവിനോട് പറഞ്ഞു, നെവിൻ ഈ ചെയ്തത് ശരിയായില്ല എന്ന് നെവിന്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ഒന്ന് നിർത്ത്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. അത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് ഈ വീക്ക് കടന്നുപോയത്. ഇവർ 3 പേരും ചെയ്യാവുന്നതിന്റെ മാക്സിമം ഈ വീട് കലക്കി മറിച്ച ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഷനവാസ് പ്ലീസ്, എനിക്ക് ഷനവാസ് നമുക്ക് കൺഫെഷൻ റൂമിലേക്ക് പോവാം എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ പരസ്പരം ഇങ്ങനെ വഴക്ക് കൂടുന്നു, ചിലരിങ്ങനെ ഡ്രാമയാണെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്താണ് ഇവരുടെ പ്രോബ്ലം? ഈ 3 പേർക്കും എന്താണെന്ന് അറിയില്ല. അവർക്ക് ഈ ഹൗസിന്റെ ക്യാപ്റ്റൻസി കിട്ടിയത് കൊണ്ടുള്ള ഒരു അഹങ്കാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തു കൂട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ.